ഓൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ധാബ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. സാധാ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി മസാലാസ് ഒരിത്തിരി വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് പൊളിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടായതിന് ശേഷം 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും 2 ടീസ്പൂണോളം നെയ്യും കൂടി ഇട്ടിട്ട് അതിലേക്ക് ബാക്കി ഗ്രാമ്പൂ, കറുവപ്പട്ട, പെപ്പർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് പിന്നെ ജീരകം ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ 1 ടീസ്പൂണോളം ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി, നല്ല സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരണേ. എന്നിട്ട് മറ്റേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടാലും മതി. ഞാൻ അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ അത് ഞാൻ ക്യൂബ് ഇട്ടേക്കുവാണ്, കാരണം ഞാൻ ഫ്രീസറിൽ വെച്ച് ക്യൂബാക്കിയാണ് ഇടാറുള്ളത്. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചിക്കൻ എടുക്കാം. ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ബാക്കി 1 കപ്പോളം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഒരു 15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തക്കാളിയുടെ കാര്യം മറന്നുപോയി കേട്ടോ. ഒരു തക്കാളിയും ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണേ. ചെറുതാക്കി അരിയുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്, അല്ലാതെ നമ്മൾ വലുതാക്കി അരിയുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന മസാലാസും കൂടെ ഇടണം. അതായത് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂണോളം കൊറിയാണ്ടർ പൗഡറും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം, പിന്നെ പെപ്പർ പൗഡറും നിങ്ങളുടെ എരിവിനനുസരിച്ചിടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് ഇച്ചിരി വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റോളം മസാലയെല്ലാം നല്ലതുപോലെ വേവാൻ വേണ്ടിയിട്ടും ചിക്കനും വേവാൻ വേണ്ടിയിട്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം തൈരും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് മല്ലിയിലയും പിന്നെ ബാക്കി ഗരം മസാല ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തൈര് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ നല്ല ടെൻഡറായിട്ട് കിട്ടും, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ചെയ്ത് നോക്കണം, ഇതെല്ലാവരും ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാനിതിപ്പോൾ ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചതെന്ന് വെച്ചാൽ ഇച്ചിരി കറി ഒന്ന് കുറുകിയിട്ടുണ്ടായിരുന്നു. ബാക്കി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാനൊരു 3 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റും കൂടെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ആവശ്യത്തിന് 1 ടീസ്പൂണോളം കസ്തൂരി മേത്തയും കൂടെ ഇട്ടിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണേ.